നിങ്ങൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്നതിനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. പഠനങ്ങൾ പറയുന്നത് ആളുകൾ പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്നത് അവർക്ക് സ്ട്രെസ്ഫുൾ ആയിട്ടോ ചാലഞ്ചിങ് ആയിട്ടോ തോന്നുന്ന ടാസ്കുകളായിരിക്കും. പക്ഷേ ഓരോ തവണ മാറ്റി വെക്കുന്നതിനനുസരിച്ച് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ചിന്ത കൂടി വരും. അങ്ങനെ വീണ്ടും വീണ്ടും അത് നീട്ടി വെച്ചുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു പക്ഷേ സ്കൂളിലോ കോളേജിലോ പഠിക്കുന്ന ഒരാളായിരിക്കാം. ഒരു ദിവസം രാവിലെ ടീച്ചർ വന്നിട്ട് ഇന്നത്തെ ദിവസം നമ്മൾ വേറെ ക്ലാസ് ഒന്നും എടുക്കുന്നില്ല, ഒരു ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് പറഞ്ഞാൽ കൂടുതലൊന്നും ആലോചിക്കാതെ പഠിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അതൊരു ഈസി ടാസ്ക് ആയിരിക്കും. പക്ഷേ ഈ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന ആളുകൾ പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചിന്തിക്കുന്നത് എനിക്കിത് പഠിക്കാൻ വേണ്ടി കഴിയുമോ, ഇനി അഥവാ ഞാൻ പഠിച്ചിട്ടില്ലെങ്കിൽ ടീച്ചർ എന്തൊക്കെ പണിഷ്മെൻറ്റുകളാണ് തരാൻ പോകുന്നത്. അങ്ങനെ ചിന്തിച്ച് ഈ പഠിക്കുക എന്നുള്ളതിനെ വലിയൊരു ടാസ്ക് ആയിട്ട് മാറ്റും. ഇതിൻ്റെ കാരണം നമ്മുടെ നെഗറ്റീവ് ഫീലിങ്സുകളാണ് നമ്മളെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ എമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ, സെൽഫ് എസ്റ്റീം ലോ ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകൾ, സെൽഫ് ഡൗട്ടുള്ള ആളുകൾക്കൊക്കെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലായിരിക്കും. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് നല്ലതല്ല എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതെന്ന്? നമ്മൾ എന്തെങ്കിലും ഒന്ന് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം പരാജയപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്നായിരിക്കും ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ കൂടുതലും ആളുകൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിക്കുന്നവർ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് പെർഫെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾ. ഈ രണ്ട് വിഷയമുള്ള ഒരാളായിരുന്നു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് എന്നെക്കൊണ്ട് ഇത് പറ്റുമോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു. അതുപോലെ നല്ലൊരു ക്യാമറ വേണം, നല്ല ലൈറ്റും ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പുകളൊക്കെ വേണമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. അത് മാത്രമല്ല, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ വലിയൊരു ടാസ്ക് ആയിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത്. അതിൻ്റെ കാരണം ഓരോ വീഡിയോക്കും സ്ക്രിപ്റ്റ് എഴുതണം, അത് ക്യാമറ നോക്കിയിട്ട് ആളുകൾക്ക് ഇഷ്ടമാവുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ പറ്റണം, അതിനെ എഡിറ്റ് ചെയ്യണം. ഇത് എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് വലിയൊരു ടാസ്ക് ആയിട്ടാണ് തോന്നിയിരുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിൻ നാച്ചുറലി അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. കാരണം വലിയ ടാസ്കുകൾക്ക് ലോങ് ടൈമിൽ റിസൾട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിലേക്കായിരിക്കും ബ്രെയിൻ നമ്മളെ പ്രേരിപ്പിക്കുക. അപ്പോൾ നമ്മൾ വേഗം ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണാനും യൂട്യൂബിൽ വീഡിയോ കാണാനും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ മാച്ചോ ക്രിക്കറ്റ് മാച്ചോ ഉണ്ടെങ്കിൽ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകും. ഞാൻ ശരിക്ക് 2025 ജനുവരി 1 ആദ്യത്തെ വീഡിയോ ഇട്ട് തുടങ്ങണം എന്ന് വിചാരിച്ച ഒരാളാണ്. പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിന്തിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് ശരിക്കും പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. ഇത് വലിയൊരു ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ കാര്യവും ചെയ്യാതെ മാറ്റി വെക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത സ്ട്രെസ് ആയിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അവസാനമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമ്മൾ ഒഴിവാക്കി കളഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അത് നമുക്ക് ഒരിക്കലും സന്തോഷം നൽകുന്ന ഒരു ഓർമ്മയായിരിക്കില്ല. ചെയ്യാമായിരുന്നു എന്നുള്ള ചിന്ത എപ്പോഴും നമുക്ക് സ്ട്രെസ്സും ടെൻഷനും നൽകുന്ന ഒന്നായിരിക്കും. ഇതുകൊണ്ട് നമുക്ക് നഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വൈകിപ്പിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് നഷ്ടമാകുന്നത് ചിലപ്പോൾ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ആയിരിക്കാം, പുതിയ കോണ്ടാക്റ്റുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ആസ് എ പേഴ്സൺ ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് ആയിരിക്കാം നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്കിലും നമുക്കുണ്ടാവും. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക, ഈ പിന്നീട് ചെയ്യാമെന്ന് കരുതി മാറ്റി വെക്കുന്ന സ്വഭാവത്തെ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, വലിയൊരു ടാസ്ക് ആണെന്ന് ചിന്തിക്കാതെ അതിനെ ചെറുതായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഒരു ടാസ്ക് 1000 വേർഡ്സിൽ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യാനാണെന്ന് വിചാരിക്കുക. അതിന് 1000 വേർഡ്സിലുള്ള ഒരു എസ്സേ ആണെന്നുള്ള രീതിയിൽ കാണാതെ നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ അതിനെ ആദ്യം ഓരോ 100 വാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആദ്യത്തെ 100 വാക്കുകൾ ആദ്യം എഴുതുക. നമ്മൾ ചെയ്യാനിരിക്കുമ്പോൾ മനസ്സിൽ ഞാനൊരു 100 വാക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നുള്ള ചിന്തയിൽ തുടങ്ങുക. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനങ്ങളും നമ്മുടെ അടുത്ത് വെക്കാതിരിക്കുക. ഇപ്പോൾ നമ്മളൊരു എസ്സേ എഴുതാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമുക്ക് ആ എസ്സേ എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ വേണം അത് മാത്രം അടുത്ത് വെക്കാൻ ശ്രമിക്കുക. നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് പിന്നെ എങ്ങനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ സൈക്കിളിനെ ബ്രേക്ക് ചെയ്യുക, എങ്ങനെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാന്ന് വീഡിയോ കണ്ട് സമയം കളയാതെ നിങ്ങൾ എന്താണോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അത് തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി എന്ത് ചെയ്തിട്ടും ഈ പ്രൊക്രാസ്റ്റിനേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതിരിക്കുക.
ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, ബുക്ക് എടുക്കുക, പഠിക്കുക. വാഷ് ചെയ്യാനുണ്ട്, ഡ്രസ്സ് എടുക്കുക, വാഷ് ചെയ്യുക. കുക്ക് ചെയ്യണം, നേരെ കിച്ചണിലേക്ക് പോവുക, കുക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ രണ്ടാമതൊന്നും ആലോചിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക്സ് ഫോർ വാച്ചിങ്.